ഹായ്, വെൽക്കം ബാക്ക് ടു ദിസ് ഓൺലൈൻ ഷോപ്പിംഗ്. ഓൺലൈൻ ഓർഡർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. വിഷ്വൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, അയക്കുക. അവൈലബിൾ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക, അല്ലാത്ത പക്ഷം പേയ്മെന്റ് റിട്ടേൺ ചെയ്യുന്നതല്ല. നിങ്ങൾ പ്രസന്റ്ലി യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ വിടുത്ത് നോക്കുക, അതിനുശേഷം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൽ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 2XL ആണ് നമുക്ക് ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് സൈസ് 22 ആണ് വരുന്നത്. ഇനിയിപ്പോൾ താഴേക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയും ഇത് എക്സൽ ആണ് വരുള്ളൂ, എക്സലിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഫുള്ളായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയയിൽ തന്നെ നമ്മൾ പറയുള്ളൂ. അതല്ലാത്ത പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. വളരെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഷേപ്പ് ചെയ്തിട്ട് ഡ്രസ്സ് വെയർ ചെയ്യാനായിട്ടാണ് താല്പര്യം അല്ലെ. അപ്പോൾ കറക്റ്റ് ബോഡി ഫിറ്റിംഗിൽ ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് ചെയ്തിട്ട് വെയർ ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അതുപോലെ നമുക്കൊരു ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കറക്റ്റ് നമുക്ക് ആ ഒരു ഇത് കിട്ടും. അതേപോലെ തന്നെയാണ് ഇതിന് ഒരു യോക്ക് കൊടുത്തിട്ടുള്ളതിന്റെ ഫോർ എക്സാമ്പിൾ വരുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് എന്താവും, ഇതിൽ മാത്രം നിങ്ങൾക്ക് ഷേപ്പ് ചെയ്താൽ മതി. അപ് ടു ഹിയർ ഷേപ്പ് ചെയ്യുക, ബാക്കി ഫ്ലൈഡ് ആണ്. ഓക്കെ, ഇതിലേക്ക് ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ബാക്കി 1 2 3 4 5 6 കട്ടിങ്സ് വരുന്നുണ്ട്. പാനൽ കട്ടാണ്, കലി കട്ടാണ്. കോട്ടൺ വിത്ത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല. സ്ലീവിന്റെ എൻഡിലായിട്ട് ലേസ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ്, നല്ലൊരു ഹൈനെക്ക് ആയിട്ട് വരുന്നത്. ബാക്ക് സൈഡ് നോക്കിയാൽ ഫുൾ ആയിട്ട് വീണ്ടും അത് സെയിം ആസ് ഫ്രണ്ട് സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്, നല്ല വൃത്തിയുള്ള നല്ലൊരു അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു വിറ്റായിട്ട് നിൽക്കുന്ന ഒരു റെഡും ഫ്ലോറലും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ക്രീമാണ് ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നമുക്കിതിൽ ഫസ്റ്റ് നമുക്കിതിൽ 1 2 3 ബട്ടൺസ് ഓപ്പൺ ചെയ്യാം. ബാക്കി 2 ബട്ടൺസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഒന്ന് എന്ത് ചെയ്യുക, അൺസ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് വരുന്നത്. ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിൽ ഇല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആലോചിച്ചിരിക്കേണ്ട, ഫസ്റ്റ് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത്. 49 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ഓൺലി 695 തന്നെയാണ് ഈ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 595 ചെയ്തത് ഡിഫറെന്റ് ആണ്. ഇത് 695 ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പർപ്പിൾ ഷെയ്ഡും മെറൂൺ മിക്സ് ഇതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ മെറൂൺ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ കൂടി കയറി വന്നായിരുന്നു കേട്ടോ. നല്ല പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത്. 49 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. കോട്ടൺ വിത്ത് റയോൺ ആണ് മെറ്റീരിയൽ. നല്ല വൃത്തിയുള്ള ഒരു നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ കേട്ടോ. ആ ഒരു ലുക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാരണം നമുക്ക് ഒരുപാട് പേര് ഇതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അതായത് റിവ്യൂസ് ഒരുപാട് വെയർ ചെയ്തിട്ട് ഒരുപാട് പേര് നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത്. ഓക്കെ, ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത്. നല്ലൊരു നാവി ബ്ലൂ ആണ് വരുന്നത്. എല്ലാത്തിലും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഇതിൽ ആ ഒരു വിക്ടറായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ആ ഒരു ഉദിച്ചു നിൽക്കുന്ന ആ ഒരു റെഡ് തന്നെ കേട്ടോ. അപ്പൊ ഡാർക്ക് നാവി ബ്ലൂ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ബെസ്റ്റ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം, ഇത് വരുന്നുണ്ട് കേട്ടോ. 49 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. 695 നല്ല മെറ്റീരിയൽ, സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ബെറ്റർ ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ കേട്ടോ. ആ ഒരു ചുരിദാർ വന്നില്ലേ, ഒരു വെൽവെറ്റ് ടൈപ്പില്, അതായത് നല്ല കനം കുറഞ്ഞ വെൽവെറ്റില്, നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ഇമ്പോർട്ടഡ് വെൽവെറ്റില് ആ ഒരു സിസ്റ്റം നമ്മൾ കോഡ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് എക്സൽ അവൈലബിൾ ആണ്, ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ടോപ്പ് ഉണ്ട്, പാന്റ് ഉണ്ട്, കോഡ് സെറ്റ് ആണ്. നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആ ഒരു ഇതിന്റെ ആ ഒരു വെൽവെറ്റ് ഇതിലൊരു ടെക്സ്ചർ വർക്ക് പോലെ തന്നെ കടന്നു പോകുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ. ഒരു രീതിയിലും നിങ്ങൾ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടൂല. കാരണം അത്ര നല്ല മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത്. റിങ്കിളിന്റെ മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ഏകദേശം ആ ഒരു അതിനോട് അടുത്ത പ്രൈസിലാണ് ഇതും തരുന്നുണ്ട്. ഓക്കെ, 1195 എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. 40 ഷർട്ട് അവൈലബിൾ ആണ്. 40 ഷർട്ട് അവൈലബിൾ ആണ്. അപ്പൊ താഴേക്ക് നോക്കിയാൽ ഇത്ര ഇങ്ങനെ ഫ്ലൈഡ് ആയിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വൃത്തി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ നോക്കാം, ബട്ടൺസ് ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിരിക്കും കേട്ടോ. ബട്ടൺസും കൂടി ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വേറെ ബനിയനൊക്കെ ഇട്ടിട്ട് നല്ല, ഇതിപ്പോ ഡാർക്ക് ഷെയ്ഡ് അല്ല, ഡാർക്ക് ഗ്രീൻ ആട്ടോ. നല്ല അടിപൊളി ഡാർക്ക് ഒരു മെഹന്തി ഗ്രീനിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. പിന്നെ ഇതിൽ ആ ഒരു ഡുവൽ ടോൺ ഉണ്ടാവും. അതായത് ഒരു വെൽവെറ്റ് മെറ്റീരിയൽ അല്ലേ. വെൽവെറ്റ് ഇത്ര ഹാർഡായിട്ടുള്ളതല്ല കേട്ടോ. നല്ല GSM കൂടിയതല്ല. നല്ല ഒരു കണ്ട ബാക്ക് സൈഡിൽ നോക്കി ഇങ്ങനെ, പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ. അപ്പൊ ഇത് വർണ്ണിക്കാനായിട്ട് പറ്റില്ല, അത്ര നല്ല മെറ്റീരിയൽ ആണ്. റിയൽ ലുക്ക് അമേസിംഗ് ആണ്.
ഷോപ്പിൽ വരുന്നവര് ചടപടാന്ന് പറഞ്ഞിട്ട് എടുത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു പിന്നെ ഇത് കാണിച്ചില്ലെങ്കിൽ മോശമില്ല. അപ്പൊ ഇതിന് സ്ലീവ് ഇതാണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിലായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ബട്ടൺസ് ഇങ്ങനെ ഇതിൽ വെറുതെ കൊടുക്കുന്ന കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുവരെ വരുള്ളൂ, ഇവിടെ ആരും ഇതിൽ ഓക്കാക്കൂല. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. എനിക്ക് അറിയാലോ ഒരുവിധം ഇതിലൊക്കെ ആ ഒരു ഭംഗിയിലല്ലോ വരാറ്. ചില വ്യക്തികൾ പറയാറുണ്ട് ഇത് എന്തിവിടെ എത്തുന്നില്ല, നിങ്ങൾ പറ്റിച്ച് അതാക്കി ഇത് അങ്ങനെയല്ല. ഇതല്ല, ഇതാണ് സിസ്റ്റം. ഇത് ഇവിടെ വരക്കായിട്ട് ഇടാനൊക്കെയായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം അല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞു. ഡിസ്അഡ്വാൻറ്റേജ് എന്നുള്ള സംഭവം ഇതിൽ ഇല്ല. ഓക്കെ, അപ്പൊ 1195 XL XXL സൈസിൽ അവൈലബിൾ ആണ്. ഷർട്ട് 40 ലെങ്ത് വരുന്നുണ്ട്. ഇത് വരുന്നത് ഇൻ ബിറ്റ്വീൻ 39 to 40 ആട്ടോ വരുന്നത്. അതായത് 2-3 ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിലാണ് വരുന്നത്. ഏറ്റവും മിനിമം 39 ഉണ്ട്. 39 14 ഇടയിലാണ് ഇതിന്റെ പാന്റിന്റെ ലെങ്ത് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു വെറൈറ്റി ഡീപ്പ് മെറൂൺ ആണ് വരുന്നത് കേട്ടോ. നല്ല ഡാർക്കുള്ള ഡീപ്പ് മെറൂൺ ആണ്. നല്ല ഡെപ്ത് ഉണ്ട്. വെരി ഗോർജിയസ്, ദർ ഇസ് നോ ഡൗട്ട്സ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം, അടിപൊളിയായിട്ട് വെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളും ഹാപ്പി, നമ്മളും ഹാപ്പി തീർച്ചയായിട്ടും. പിന്നെ പറയാനായിട്ടുള്ളത്, കാൻലി റിക്വസ്റ്റ് പറയാനായിട്ടുള്ളത്, ചില മെറ്റീരിയലുകളൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എടുക്കുക. ചില വ്യക്തികൾക്ക് 5-10 ഷോപ്പിൽ പോയാലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടൂല. പക്ഷെ ആ ഷോപ്പിലുള്ളതൊക്കെ പൊട്ടണം അല്ല, അതങ്ങനെയാണ് അതിന്റെ അല്ലെ. ഏത് ഷോപ്പിൽ പോയാലും അവിടെ 1-2 പീസ് മിനിമം ഒരാൾക്ക് പറ്റിയതുണ്ട്, 100%. അപ്പോ എന്തെടുത്തു കഴിഞ്ഞാലും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഞാനൊന്നും ആദ്യം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയെ ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു നാക്ക് ഉണ്ട്. നമുക്ക് എന്താണ് ഇഷ്ടം ആ ഒരു റേഞ്ചിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് റേഞ്ച് ഒന്ന് കൂടി എടുക്കുക, ഒരു മിഡ് റേഞ്ച് വരെ നോക്കിയെടുക്കുക. അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എടുക്കുക. നമ്മളിപ്പോ ചെയ്യാറില്ലേ നല്ല അടിപൊളി ഡിസ്കൗണ്ടിൽ, അതൊക്കെ അതിൻ്റെതായിട്ടുള്ള മൂല്യം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് വരുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത്. തേർഡ് ഷെയ്ഡ് കേട്ടോ. തേർഡ് ഷെയ്ഡും ഫോർത്ത് ഷെയ്ഡ് വരുന്നത് നല്ല കിഡിലൻ ഗ്രേപ്പ് പർപ്പിൾ എന്നൊക്കെ പറയാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു അന്തസ്സായിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. പുറകുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഇതില് ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല പീസസ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഓൺലൈനിൽ ഇത് കാണിച്ചില്ലെങ്കിൽ നമുക്കിതൊരു പേരുദോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുവരാന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതില് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ അന്തസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് കേട്ടോ. ഇതൊക്കെയാണ് കളേഴ്സ്, ഒന്നും പറയാനില്ല. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വാടാനപ്പള്ളി പുതുക്കുളങ്ങര ജുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡിലായിട്ടാണ് കേട്ടോ. ഷോപ്പിലേക്ക് വരുന്നവരോട് ഒന്നും ഉണർത്തുന്നു, ഷോപ്പിലുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതല്ലെങ്കിൽ ടാറ്റ പറഞ്ഞു പോവാം. നമുക്ക് പരസ്പരം സന്തോഷിക്കാം, സമാധാനിക്കാം. വിലക്കുറവിന്റെ അതിമനോഹരമായ കളക്ഷൻസുകളാണ് കേട്ടോ. വിലക്കുറവ് മാത്രമേ ഉള്ളൂ, ക്വാളിറ്റി കുറവില്ല. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. ഇമ്പോർട്ടഡ് മെറ്റീരിയലിനെ കുറിച്ച് അറിയാത്തവർ ദയവ് ചെയ്തിട്ട് മാറുന്നില്ല, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നമുക്കെന്നും കോട്ടനും അതുപോലെ റയോണും മാത്രം ഉപയോഗിച്ച് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് എടുക്കരുത്. കാരണം ഇത് കംഫർട്ട് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് പറയാനായിട്ടുള്ളത് ഓൺലി 495 LX 35 ലെങ്ത്. ഓൺലി 495 LX 35 ലെങ്ത്. ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ജസ്റ്റ് ഇവിടെ മാത്രം ഇങ്ങനെ കുറച്ചൊന്നും ഇറങ്ങിയിട്ടുണ്ട്, ഒരു 3-4 ഇഞ്ച് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു 35 ഇഞ്ച് ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണ്, അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു സ്ലീവ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ലീവ് അവൈലബിൾ ആണ്. സ്ലീവിൽ നമുക്ക് ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മോംഫിറ്റിലേക്കൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയിൽ നിൽക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പുറകുവശം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡാർക്ക് നല്ല ഒരു ഡെപ്ത് ഉള്ള ബ്ലാക്ക് ആണ്. ആ ഒരു ബ്ലാക്കിൽ ഒരു നല്ല ഫ്ലോറൽ പ്രിന്റുകളും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ആയ പ്രൊഡക്റ്റ് ആണ്. അതെ, സെക്കൻഡ് ടൈം നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വരുന്നത് വീണ്ടും ഒരു ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകൾ, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഈ ഒരു ചെറിയ പ്രൈസിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ബൈ ചെയ്യാം കേട്ടോ. ഇവിടെ വരുന്നതിന്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത്. തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. LX സൈസിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് വെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്. ഓൺലി 495 കേട്ടോ. LX ഉപയോഗിക്കാം. 35 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ഇത്, അതേപോലെ തന്നെ സെക്കൻഡ് ഷെയ്ഡ് ഇത്, അതേപോലെ തന്നെ തേർഡ് ഷെയ്ഡ് ഇത്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നില്ല, ഇതായിരിക്കും ഇതിന്റെ റിയൽ ഷെയ്ഡ് വരുന്നത്. ആ ഒരു ഡെപ്തും എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും.
നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ടെസ്റ്റർ വർക്ക് അങ്ങനെ പോയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ്, സ്ലീവ് നല്ല രസമുണ്ട്, അതിമനോഹരമായിട്ടുള്ള നല്ലൊരു പ്രിന്റ് ഇതിൽ കടന്നു പോകുന്നുണ്ട്. പുറകുവശത്തും നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലേക്ക് ഫുൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് കണ്ടിന്യൂഷൻ വരുന്നത്. ഒരു ഹൈനെക്കാണ് വരുന്നത്. ഓൺലി 595 വിത്ത് ലൈനിങ് അപ് ടു ഹിയർ. സ്ലീവിൽ ലൈനിങ്ങുള്ള പ്രൊഡക്റ്റ് ചെറിയ പ്രൈസിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. ഫസ്റ്റത്തെ 2 ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. കളർ ഇളകി പോകില്ല, ഡിജിറ്റൽ പ്രിന്റ് ആണ്, അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത്. ഒലീവ് ഗ്രീൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും, നല്ല വൃത്തിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നല്ല ആ ഒരു ഫ്ലോറിലൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഇതിന്റെ ഫുൾ ലെങ്ത് ഗൗൺ ഒക്കെ ചെയ്തിരുന്നു 795 895 അതിന്റെ സെയിം മെറ്റീരിയലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടം ഉള്ളവർക്ക് ബൈ ചെയ്യാം, കാരണം നല്ല ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതിൽ 2 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇതിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സിൽ ഷർട്ട് ടൈപ്പ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്, ഷിഫോണിനൊക്കെ പോലെ നമ്മളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് എന്തുണ്ട്, പോക്കറ്റ് ഉണ്ട്, റൈറ്റും ലെഫ്റ്റും നമുക്ക് പോക്കറ്റ് അവൈലബിൾ ആണ്, വിത്ത് ലൈനിങ് അവൈലബിൾ ആണ്. നല്ല രസമുള്ള നല്ലൊരു സ്ലീവ് ഇതിൽ അവൈലബിൾ ആണ്, കളർ ഇളകി പോകില്ല. പുറകുവശം നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ടൺസ് ആണ്. ഇൻ കേസ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഫീഡിങ്ങിന് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല വർണ്ണശബളമായിട്ടുള്ള ബനിയന് ടീഷർട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന് മേലെ ഇട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്ത് ഇതിൽ ജീൻസ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലും നിങ്ങളുടെ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് 1250 ആ ഒരു റേഞ്ചിലേക്കാണ് ഷോപ്പിൽ കൊടുക്കുന്നത്. നമുക്ക് ഓൺലൈനിലെ പ്രൈസ് എന്നുള്ളത് നല്ല ഒരു മാന്യമായ ഒരു പ്രൈസിൽ തരാം കേട്ടോ. 955 ഡബിൾ എക്സിൽ 40 ഇഞ്ച് ലെങ്ത്, 40 ഇഞ്ച് ലെങ്ത് 955 ഡബിൾ എക്സിൽ സൈസ്. ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, നല്ല വൃത്തിയുണ്ട്. സ്ലീവിലൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, നോർമലി വരുന്ന ലൈനിങ് ആണ്. ക്ലോത്ത് അമേസിംഗ് ക്ലോത്ത് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രീൻ ടൈപ്പ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. ഷിഫോണിനേക്കാളൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. സ്ലീവ് വരുന്നത് ഇതുപോലെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ലേസ് പോലത്തെ ആ ഒരു സംഭവമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഓക്കെ, ഇന്നർ യൂസ് ചെയ്തിട്ട് ഇടുന്നവർക്ക് ഇന്നർ യൂസ് ചെയ്യാം, ഹാഫ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ലാതെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഓരോ വ്യക്തിയുടെ യുക്തി അനുസരിച്ചിട്ട് വേറെ ചെയ്യാം കേട്ടോ. ആഫ്റ്റർ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ടുള്ള റിബൺ ഇതിലുണ്ട്, ടൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 655 39 ഇഞ്ച് ലെങ്ത്, ലാർജ് ആണ് സൈസ് കേട്ടോ. 39 ഇഞ്ച് ലെങ്ത് ലാർജ് സൈസിൽ ഒരു ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ് വരുന്നത്. അതിന്റെ തന്നെ സെയിം നമുക്ക് നല്ല ഭംഗിയുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡ് 655 യെല്ലോ ഷെയ്ഡ് കേട്ടോ. 655 39 ഇഞ്ച് ലെങ്ത്, ഇമ്പോർട്ടഡ് മെറ്റീരിയൽ, തരി പോലും കളർ ഇളകി പോകില്ല. നല്ല സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഹാപ്പി തന്നെ ആയിരിക്കും, കാരണം ഇതിൽ വേറെ നെഗറ്റീവ് സൈഡ്സുകളൊന്നും ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടൽ 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ. അപ്പോൾ ഓഫർ ഇല്ലാതെ എന്ത് വീഡിയോ അല്ലേ. നല്ല അടിപൊളി ഷെയ്ഡ് വരുന്നുണ്ട്. ഡസ്റ്റ് ചാർട്ടാണ് ഫുൾ ആയിട്ട് വരുന്നത്. ആ ഒരു പൊടി കളറിന്റെ ആ ഒരു സിസ്റ്റമാണ് വരുന്നത്. എല്ലാവരും ചോദിച്ചു വരുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ്. തെരഞ്ഞു പിടിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചാർട്ടുകൾ കേട്ടോ. ഓക്കെ, അതും ചെറിയ പ്രൈസിൽ തരാനായിട്ട് ശ്രമിക്കാം. നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ്, ഡിജിറ്റൽ പ്രിന്റ് ആണ്, കളർ ഇളകി പോകില്ല. നല്ല ഡിജിറ്റൽ പ്രിന്റ് കേട്ടോ. അപ് ടു ഡൗണിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് താഴ്ഭാഗത്തേക്കിട്ട് വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു ലേസ് വർക്കാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും നമുക്ക് ലേസ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ ലൈനിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈനിങ് ആണ്. സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത്. അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ഗോർജിയസ് ആണ്. വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. നോക്കിയാൽ ഇതിന്റെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള നല്ലൊരു സ്ലീവ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഷോൾ ആയിക്കോട്ടെ നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള ഷോൾ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഷോള് 4 സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് വരുന്നത്. നോക്കിയാൽ 4 സൈഡ് ബോർഡർ ആയിട്ട് നല്ല ഭംഗിയിലുള്ള നല്ലൊരു ഷോളാണ് വരുന്നത്. ഷോളിൽ 4 സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ലേസ് വർക്കാണ് വരുന്നത്. ഫുള്ളായിട്ട് ആ ഒരു 4 സൈഡ് ലേസ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നോക്കിയാൽ നല്ല നീളമുള്ള ഷോളാണ്, ആവശ്യത്തിലേറെ വീതിയിലുള്ള ഷോളാണ്. ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത്, ജോർജറ്റ് ഒന്നല്ല. നല്ല ഹെവി പ്രീമിയം ക്വാളിറ്റി ഷിഫോണാണ് കേട്ടോ. നല്ല നല്ല വീതിയിലുള്ളതാണ്, നല്ല വീതിയിലുള്ള ഷോളാണ്. 4 സൈഡ് ലേസ് വർക്കും വരുന്നുണ്ട്. ചിനോൺ സിൽക്കാണ് ഇതിന്റെ പാന്റ് വരുന്നത് കേട്ടോ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പാന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നൈസായിട്ട് ഇവിടെ നിന്നുള്ള സ്റ്റിച്ചിങ് എടുക്കുക. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആ യുക്തി പോലെ ചെയ്യാം കേട്ടോ. ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെയർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു കംഫർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നല്ല ലൂസാക്കിയിട്ടാണ് താഴെ വരെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ടോപ്പും പാൻറ്റും ഷോളും ആ ഒരു ലോങ് വ്യൂ കൂടി നോക്കണ്ടേ, എൻ്റെ ഒരു ഭംഗി എത്ര മാത്രം ഉണ്ട് എന്നുള്ളത്. പിന്നെ പ്രൈസ് മെഷർമെന്റ് ഒക്കെ പറഞ്ഞല്ലേ, തീർച്ചയായിട്ടും കേട്ടോ. കണ്ടോ, നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ, നല്ല മെറ്റീരിയൽ ആണ്.
അപ്പോൾ ഗ്രീൻ്റെ ഷോള് നോക്കി നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ പാൻറ് നോക്കി ചിനോൺ സിൽക്കിലാണ് വരുന്നത്. ഓക്കെ, ടോപ്പ് പാൻറ് ഷോള് ഓൺലി 995 ഡബിൾഎക്സിൽ 46 ലെങ്ത്തിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. കളറൊന്നും ഇളകി പോകാത്ത രീതിയിലാണിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടും നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ്. എല്ലാം ടെസ്റ്റ് ചാർട്ടാണ്. ടെസ്റ്റ് ചാർട്ട് ഇഷ്ടമില്ലാത്ത ഒരാളില്ല എന്നുള്ളത് നമ്മുടെ ഓരോ വീഡിയോയിലും നമുക്ക് അതിന്റെ പർച്ചേസിങ്ങിലെ റിവ്യൂ നമുക്ക് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഇത് നമുക്ക് ഏകദേശം ഒരുപോലൊക്കെ തന്നെ തോന്നും അല്ലേ. നല്ല ഭംഗിയുള്ള ചാർട്ടാണ് എല്ലാതും. അതേപോലെ തന്നെ അതിന്റെ ഷോളും എല്ലാം നല്ല ഭംഗിയുണ്ട്. നല്ല വൃത്തിയുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എക്സൽ വേണമെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഡോണ്ട് വെറി. ഓക്കെ, എല്ലാം നല്ല വൃത്തിയായിട്ട് എല്ലാം ചെയ്യാനുള്ള സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ. ടെസ്റ്റ് ചാർട്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താവാറുണ്ട്, സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും ചെള്ളി ആയി കഴിഞ്ഞാൽ പോലും അറിയില്ല. അതാണ് മെയിൻ തിങ്കിങ്. ഓക്കെ, പിന്നെ വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്കും ഉണ്ട്. ഒരുപാട് പേര് ഞാനൊന്നും ആദ്യം എടുക്കാത്തതാണ്, ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന് ആരാധകർ ഒരുപാടാണ്. ഷോപ്പിൽ വന്നിട്ടായാലും ആരാധകർ ഒരുപാടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ. ഒരു ലാവൻഡറും ഹാഷും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. കണ്ട ആ പാനൽ കണ്ട ലാവൻഡർ ഷെയ്ഡ് എടുത്ത് കാണിക്കുന്നുണ്ടോ. അതാണ് ഇതിന്റെ ആ ഒരു ടച്ച് വരുന്നത് കേട്ടോ. കേട്ടോ, അപ്പൊ വീഡിയോയിൽ കാണാൻ ശരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി ഹാഷ് ആയിട്ടായിരിക്കും. പക്ഷെ ഒരു ലാവൻഡറും ഹാഷും ടച്ച് ചെയ്തിട്ടുള്ള ഒരു നല്ല കളർ തന്നെയാണ്. ഷോള് നോക്കിയാൽ എല്ലാത്തിനും ഷോള് നമുക്ക് നല്ല ഇത്രയും നല്ല വീതി നീളത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഓൺലി 995 ആണ്. ക്ലോത്ത് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റിൽ, കളർ ഇളകി പോവാത്ത, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങാത്ത, കളറും ഇളകി പോവാത്ത നല്ലൊരു ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ലൈനിങ്ങും നല്ല ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത്. പാന്റ് ചിനോൺ സിൽക്കാണ്. പാന്റിൽ ലൈനിങ് ഇല്ല, സ്ലീവിൽ ലൈനിങ് ഉണ്ട്, സ്ലിറ്റഡ് ആണ്. അപ്പോൾ പറഞ്ഞ പോലെ അടിപൊളി പ്രൊഡക്റ്റ് ഇട്ടാ. ഇത് മെറൂണാണ് ഷെയ്ഡ് ഇട്ടാ, റെഡ് അല്ല കേട്ടോ, മെറൂണാണ് ഷെയ്ഡ്. മങ്ങിയതല്ലാത്ത നല്ലൊരു ഉദിച്ചു നിൽക്കുന്ന മെറൂണാണ് കേട്ടോ. അതായത് ഏകദേശം റെഡ് പോലൊക്കെ തോന്നും, പക്ഷെ റെഡ് അല്ല ഷെയ്ഡ്. ഇതിൽ കാണുന്ന പോലെ റെഡ് അല്ല ഷെയ്ഡ് കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട് കോഡ് സെറ്റ് ഇങ്ങനെ പറയാറില്ല, അതുപോലെ ഞാൻ ഡബിൾ എക്സിൽ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഞാൻ ഇത് സിമ്പിൾ ആയിട്ട് ഒരു ഷോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോഡ് സെറ്റ് പോലെ നല്ല ഭംഗിയിലുള്ള നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. ഓക്കെ, 2XL ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3XL നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെ. ചെയ്യണം, എന്നാലും എല്ലാവരും ഹാപ്പി ആവുള്ളൂ. ഓക്കെ, അപ്പോ ഇതിന്റെ പാന്റ് ഇങ്ങനെയാണ് വരുന്നത്. പാന്റിൽ നോർമലി വരുന്ന ലൈനിങ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജറ്റിനൊക്കെ പോലെ തോന്നുന്ന നല്ലൊരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത്. ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ കോഡ് സെറ്റിന്റെ കൺസെപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്കാർഫ് പോലത്തെ ഷോളൊക്കെ വരെ കണ്ടോ. ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ. അപ്പൊ കോഡ് സെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൺ സൈഡ് നല്ല ഭംഗിയുള്ള ഷോളാണ്. ഓഫ് ദാറ്റ് യൂസ് ചെയ്യാം, വൺ സൈഡ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാന്നേ. നല്ല വലിപ്പൊക്കെ ഉണ്ട് ഷോൾ കണ്ടോ. നല്ല വീതി നീളൊക്കെ ഉണ്ട്, ആവശ്യത്തിലേറെ വീതി നീളൊക്കെ ഉണ്ട്. ഒരുപാട് നമുക്ക് മൂടി പുറക്കാനുള്ള ഇല്ലാന്നുള്ളൂ. ഓക്കെ, അപ്പൊ നല്ല വൃത്തിയായിട്ട് ഇതിന്റെ ആ ഒരു വൃത്തി ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ കാര്യമുള്ളൂ. ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ ചുരിദാറായി. ഓക്കെ, അപ്പൊ ഒരു കോഡ് സെറ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാന്റ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ടോപ്പ് ഫുൾ ആയിട്ട് നോക്കാം. നല്ല ഭംഗിയിൽ നല്ലൊരു റൗണ്ട് നെക്കിൽ ഇങ്ങനെ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ആയിട്ട് വരുന്നത് ഷോ ബട്ടൺ ആണ് വരുന്നത്. ഫുൾ ഷോ ബട്ടൺ ആണ് വരുന്നത് കേട്ടോ. നമുക്ക് സ്ലിറ്റഡ് ആണ്. അപ് ടു ഹിയർ ആയിട്ട് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ്. നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല. സ്ലീവിന്റെ എൻഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കോഡ് സെറ്റ് കൺസെപ്റ്റിൽ ചെയ്തതാണ് കേട്ടോ. അതിൽ ഷോളും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1195 3XL 47 ലെങ്ത്. 1195 3XL 47 ലെങ്ത് കേട്ടോ. മറക്കണ്ട, ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. കാണുമ്പോൾ നമുക്ക് ജോർജറ്റ് പോലെ തോന്നും, പക്ഷെ ഹെവി പ്രീമിയം നല്ല ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് സ്റ്റഫ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പിങ്ക് ഷെയ്ഡ് കേട്ടോ. പിങ്ക് ആണ്, ഇത് പീച്ച് അല്ല, പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഒരു റോസ് പിങ്ക് ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഷെയ്ഡുകളൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 1195 പ്രൈസ് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, 3XL സൈസ് ഉണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട്. ടോപ്പും പാന്റും ഷോളും അവൈലബിൾ ആണ്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല. സ്ലീവിന്റെ എൻഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക് അവൈലബിൾ ആണ്. പാന്റിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, 3XL സൈസ് 47 ലെങ്ത്. സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇത്. നെക്സ്റ്റ് ഇതിൽ ക്വാണ്ടിറ്റി കുറവുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പീക്കോക്ക് ഷെയ്ഡാണ്. പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. പീക്കോക്ക് ബ്ലൂ ഒക്കെ ചില വ്യക്തികൾക്ക് ബൈ ചെയ്യാനായിട്ട് ചെറുതായിട്ട് മടിയൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ചെയ്തവർക്ക് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ വേറെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ കാണണം പുഞ്ചിരി, കടക്കുമ്പോൾ മാർക്ക് ആ പുഞ്ചിരിയിൽ. ചില വ്യക്തികൾക്ക് ചില കളറ് ഇന്ന് ഇതുവരെ യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടാവും.
അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് ആ കളറുകൾ നമ്മളൊന്ന് വെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. നല്ല ഭംഗിയുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ 3XL ആണ്, 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്, ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്, നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ്. ഒരു കോഡ് സെറ്റിന്റെ കൺസെപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഷോളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല കളക്ഷൻ ആണ്, ധൈര്യമായിട്ട് ബൈ ചെയ്യാം. XL പാർട്ടി വെയർ ഏറ്റവും കുറവ് 1495 ഇടേണ്ടത് 1395 കേട്ടോ, കിടക്കട്ടെ അവിടെ അല്ലേ. അപ്പോൾ സൂപ്പർ പാർട്ടി വെയർ ആട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രൈസ് വരേണ്ടത് 1495 ഇടേണ്ടത് നമ്മൾ 1395 കിടക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ്, ജോർജറ്റ് ആണ്, പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ. ഒരു ഗ്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത്. ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റിയലി സോറി. ഓക്കെ, സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ്. സ്ലീവിൽ എൻഡിൽ ഫുൾ ആയിട്ട് ആ ഡയമണ്ട്, കോപ്പർ, അതുപോലെ തന്നെ സിൽവർ എല്ലാ രീതിയിലുള്ള ഒരു ത്രെഡ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ വരുന്നത് നോക്കിയാൽ മൾട്ടി ത്രെഡിന് പകരം മൾട്ടി ത്രെഡ് തന്നെയാണ്, പക്ഷെ നമുക്ക് ആ ഒരു നൈലോൺ ത്രെഡിന് പകരമായിട്ട് വരുന്നിട്ടുള്ളത് ഇതിൽ സിൽവർ ത്രെഡ്, സിൽവറും ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡും ചെറുതായിട്ട് അങ്ങനെ പിന്നെ ഫുള്ളായിട്ട് കോപ്പർ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്. എക്സൽ സൈസിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് എക്സൽ സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ലാർജ് സൈസിലേക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷേപ്പ് ചെയ്യുക. കാരണം ഇതിന്റെ റൈറ്റും ലെഫ്റ്റും ഇതിലാണ് വർക്ക് വരുന്നത്. സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്യാം. തൊട്ട് സൈസിലേക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്യാം കേട്ടോ. അതിന്റെ മേലേക്കാണ് നമുക്ക് ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോ 1 by 1 ഇട്ടിട്ട് നമുക്ക് പോകാറില്ലേ, ചാടി കയറാറില്ലേ, അതേപോലെ ഒരെണ്ണൊക്കെ പറ്റും. രണ്ടെണ്ണം ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടില്ല, കിട്ടുമറിഞ്ഞ് വീഴും എന്ന് പറഞ്ഞ പോലെ. 3XL 2XL ആക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ സിമ്പിളാണ്. 3XL XL ആക്കാനായിട്ട് നമുക്ക് നല്ലൊരു ടൈലർ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴിച്ചുകൊണ്ട് ചെയ്യുക, സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കെട്ടിമറിഞ്ഞ് വീഴും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്. നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത്. 1395 XL 46 ഇഞ്ച് ലെങ്ത്, ഗോർജിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. ധൈര്യമായിട്ട് ബൈ ചെയ്തോ. കാരണം ഇതിന്റെ സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഇതിന്റെ പാന്റിൽ ലൈനിങ് അവൈലബിൾ ആണ്. പാന്റൊക്കെ നല്ല ഇലാസ്റ്റിക് ഉണ്ട് ബാക്ക് സീറ്റിൽ വരുന്നത്. പിന്നെ പാന്റിൽ ഫുൾ ലൈനിങ് അപ് ടു ഹിയർ, ഫുൾ ഡൗൺ സൈഡ് ആയിട്ട് നല്ലൊരു വർക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് വരുന്നുണ്ട്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക്. അപ്പോൾ ഇത് നല്ല ബ്ലാക്കും വരുന്നുണ്ട്. നല്ല നല്ല പ്രൊഡക്റ്റുകൾ ചെറിയ പ്രൈസ്, അതാണ് നമ്മുടെ മെയിൻ എയിം കേട്ടോ. കണ്ടോ, ഇപ്പോൾ 1395 ഉള്ളൂ. കിഡിലൻ പ്രൊഡക്റ്റ് ആണ്. ചെറിയ പ്രൈസിലേക്ക് പ്രൊഡക്റ്റ് കിട്ടുമ്പോഴേ നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്യാനുള്ള ഒരു ഹാപ്പി ഉണ്ടാവും ഇല്ലേ. ഓക്കെ, അപ്പോൾ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് വരുന്നത്. ഷോളൊക്കെ അത്യാവശ്യം നല്ല വീതിയും ഉള്ളതുകൊണ്ട് ഷോളിന്റെ സ്കാലപ്പ് വർക്ക് തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റും കാണിക്കുന്നത്. 1395 യോക്ക് പോർഷന്റെ വർക്കും ഈ ഒരു വർക്കും കൂടി നോക്കിയാൽ എത്ര ഭംഗിയുണ്ട് നോക്കിയാൽ കാണാനായിട്ട്. ഇതാണ് പ്രൊഡക്റ്റ് കേട്ടോ. സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടിപൊളി പാർട്ടി വെയർ ആണ് പ്രൊഡക്റ്റ്. പിന്നെ പീക്കോക്ക് ബ്ലൂ, നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു പീക്കോക്ക് ബ്ലൂ കേട്ടോ. എല്ലാം നല്ല ഷെയ്ഡാണ്. ഇതിന്റെ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, ഇത് മതി, ക്യാഷ് തൃപ്തിയായിട്ടുണ്ടാവും. കാരണം അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. 1395 ഉള്ളൂ. 1495 മിനിമം ഇടേണ്ടത് 1395 നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ റെൻ്റൊക്കെ അല്ല വരുന്നത്, എല്ലാം നല്ല രീതിയിൽ ഫസ്റ്റ് ടൈം കാണിക്കുന്ന പ്രൊഡക്റ്റ് കേട്ടോ 1395 തരുന്നത്. അതല്ലാതെ റിപ്പീറ്റേഷനൊക്കെ എടുത്ത് നമ്മ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ തരില്ല. ഓക്കെ, ഡിസ്കൗണ്ട് ഉള്ളത് ഡിസ്കൗണ്ട് തന്നെ പറഞ്ഞു തരും. ഓക്കെ, ഇത് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റ് നല്ല അടിപൊളി ഓഫറിലാക്കി തരുന്നത് നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡെപ്തുള്ള മെറൂണാണ്. ഡെപ്തുള്ള മെറൂണാണ് കേട്ടോ. 1395 ഉള്ളൂ. 1395 നല്ല ഡെപ്തുള്ള മെറൂണാണ്. ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടില്ല എന്ന് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്, അത്ര നല്ല ചെറിയ പ്രൈസിലാണ് ഇത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ 1395 XL സൈസ് 46 ഇഞ്ച് ലെങ്ത്, ഫുള്ളായിട്ട് ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയൽ, ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ഉണ്ട്, അതായത് ഡയമണ്ട് വർക്ക് ഉണ്ട്. പിന്നെ ഫുള്ളായിട്ട് ആ ഒരു മൾട്ടി ത്രെഡും വരുന്നുണ്ട്. മൾട്ടി ത്രെഡിൽ വരുന്നത് ഇതൊരു സിൽവർ ഒരു ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കോപ്പറായിട്ട് വരുന്നത്. ഇത്രയും നല്ല പ്രോഡക്റ്റ് ഇത്രയും ചെറിയ പ്രൈസിലൊക്കെ കിട്ടുമ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചില്ല കേട്ടോ. വെസ്റ്റ് ഗൗൺ ആണ് വരുന്നത്. ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് വരുന്നത്. സ്ലീവ് നോക്കിയാൽ നല്ല ഭംഗിയിൽ നല്ലൊരു ഡെപ്തിൽ നല്ലൊരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നൈലോൺ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഫുള്ളായിട്ട് ത്രെഡ്, ഫുൾ ത്രെഡിലൊക്കെ നൈസായിട്ട് അവരുടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഡയമണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ഫുള്ള് വെള്ളിയാണല്ലോ റബ്ബെ. നോക്കിയാതെ നല്ല രസമായിട്ടുള്ള നല്ലൊരു സ്ലീവ് വരുന്നുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ആ ഒരു യോക്ക് പൊസിഷൻ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ 695 ആ ഒരു ടോപ്പ്, അതേപോലെ തന്നെ യോക്ക് കൊടുത്തിട്ട് ഫാസ്റ്റ് മൂവിങ് ആണ്, ഇതൊരു ട്രെൻഡ് ആണെങ്കിൽ ഫുള്ളി കട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരിലേക്ക് കണ്ടിട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ട് മറ്റുള്ളവർ എടുക്കട്ടെ, ഫസ്റ്റ് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ 1 2 3 4 5 കട്ടിങ്സ് വരുന്നുണ്ട്, 6 ലീവ്സ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇത് വരുന്നത് പ്രിന്റ് അല്ലാണ്ട് ആ ഒരു നൈലോൺ ത്രെഡാണ് വരുന്നത്. താഴേക്ക് പോകുമ്പോൾ വർണ്ണ ശബളമായിട്ട് നല്ല മൾട്ടി ത്രെഡും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഹെവി ക്വാളിറ്റി പ്രീമിയം പ്രൊഡക്റ്റ് ഞാൻ ചെറിയ പ്രൈസിൽ തരാം, ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇതില് പ്യുവർ ക്വാളിറ്റി ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന്റെ താഴെയായിട്ട് നമുക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാനായിട്ട് നല്ല പട്ടയോട് കൂടിയിട്ട് നല്ല ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് പറയുക, നമ്മൾ ചുരിദാർ ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാറ്റ് വരുമ്പോൾ ഈ സാധനം ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോവില്ല, ധൈര്യമായിട്ട് വരുള്ളൂ, അതവിടെ കടന്നോളും. ആ ഒരു കാണുന്ന പോലെ കരിങ്കലിന്റെ വെയിറ്റ് ഒന്നും ഇല്ലാട്ട് ചെറിയൊരു കനം കൊടുത്തിട്ടുണ്ടെന്നുണ്ടോ അവിടെ ഒരു ഇത് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ്, നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ്, ഒരു ലാവൻഡർ ചെറുതായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, ഒനിയൻ പിങ്കും കൂടിയാണ്. ആ ഒരു ത്രെഡൊക്കെ ഇങ്ങനെ ലാവൻഡർ പോലെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ബെസ്റ്റ് കളറാണ്, ഫുൾ ലെങ്ത് ആണ് പ്രൊഡക്റ്റ്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ. 1495 പ്രൈസ് ഇടേണ്ട സമയത്ത് 1395 കിഡിനൻ സെറ്റപ്പോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് തരുന്നു കേട്ടോ. 1395 XXL 55 ലെങ്ത്, ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഷോളൊക്കെ സ്കാലപ്പ് വർക്കൊക്കെ അതിഗംഭീരം കേട്ടോ, അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. വൺ സൈഡ് വന്ന് ഫുള്ളായിട്ട് മൾട്ടി ത്രെഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സൈഡ് ഈ ഒരു റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് മൾട്ടി ത്രെഡാണ്, പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡുകളാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയൽ കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് വരുന്നുണ്ട്. സെക്കൻഡ് ഷെയ്ഡ് ഒരു വെറൈറ്റി കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഹാഷ് എന്ന് പറയാൻ പറ്റില്ല, ഹാഷ് പോലെ തോന്നിക്കുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. കണ്ടോ, ഇത് ഹാഷും ഒലിവ് ഗ്രീനൊക്കെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, വൃത്തിയുള്ള പ്രൊഡക്റ്റ് ആണ്. കണ്ടോ, യോ പോർഷനൊക്കെ നോക്കിയാൽ എന്താ രസം കാണാം, സ്ലീവ് ഒക്കെ നോക്കിയാൽ എന്താ ഭംഗിയില്ലേ. അപ്പൊ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. അത്യാവശ്യം നമ്മൾ നല്ല ക്വാണ്ടിറ്റി ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ മുമ്പേ നമ്മൾ നല്ല റേറ്റിന് ഇത് തരാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ നിങ്ങളും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇതൊക്കെ ഹാപ്പി വിത്ത് ഹാപ്പി തന്നെ കേട്ടോ, ഓരോന്നും പറയാനായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്രയും റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ചെറിയ മാർജിൻ, വളരെ ചെറിയ മാർജിൻ ഇട്ടിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. സെക്കൻഡ് ഷെയ്ഡ് ഒരു വയലറ്റും ലാവൻഡറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് കണ്ടാ. ഭംഗി നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് കണ്ടാ. ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത്. അതിന്റെ ഷോളും കൂടി നോക്കി കഴിഞ്ഞാൽ എന്താ രസം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രൊഡക്റ്റ് അതിഗംഭീരമാണ്, നല്ല ഷോളാണ്, ആവശ്യത്തിലേറെ വീതി ഉണ്ട്, അതുപോലെ തന്നെ നീളമുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾ എന്തായാലും മനസ്സുകൊണ്ട് തൃപ്തിപ്പെടും. ചില വ്യക്തികൾക്ക് എന്ത് കൊടുത്താലും തൃപ്തിയാവില്ല, പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ചില വ്യക്തികൾ അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ. അപ്പൊ ഞാനെല്ലാം ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് അത് നോക്കിയിട്ട് എടുക്കുക. നമുക്ക് ആകെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സൈസാണ്. അതായത് സൈസ് നിങ്ങൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഷേപ്പ് എന്താണോ, സൈസ് എന്താണോ അത് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു രീതിയിലും നിങ്ങൾ ഫ്ലോപ്പ് ആയി പോകില്ല. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് XL ആണോ XXL ആണോ എടുക്കേണ്ടത് എന്നുള്ളത് ഏത് വ്യക്തിക്കും, ഏതൊരു സെയിൽസ്മാനും സെയിൽസ് ലീഡറിനും അത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആളെ കാണുമ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിന്റെ സൈസ് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ റിട്ടേൺ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വരുന്നത് കണ്ടോ, ഫസ്റ്റ് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ ഒരു സംഭവം. അതിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നല്ല അയൺ ചെയ്ത് നല്ല വൃത്തിയിൽ തിരിച്ചു വരുമ്പോൾ ഇത് എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു ട്രയൽ അടിച്ചുതരാം, വേറെ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് ഒരു ട്രയൽ ഞാൻ അടിച്ചുതരാം. ഇത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് വരിക. പിന്നെ ആ ഒരു കവറിലും മൂടിയിട്ടിട്ട് വരുമ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ ഏകദേശം പഴന്തുണി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് വേറൊരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താണ് പുതുമുള്ളത്, അതിലൊരു പുതുമല്ലല്ലോ. അപ്പോൾ
നമ്മുടെ ബിസിനസ് നമുക്ക് തന്നെ ഒരു പാരയിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അതില്ല എന്ന് പറയുന്നത്. ചില വ്യക്തികൾ വെയർ ചെയ്തിട്ട് അതേപോലെ തന്നെ ആ ഒരു സ്മെല്ലോട് കൂടിയിട്ട് തന്നെ പാക്ക് ചെയ്യും. പിന്നെ ആ സ്മെല്ല് ഇവിടെ വന്നിട്ടാവും ഓപ്പൺ ആവുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് കേട്ടോ. റിട്ടേൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലത് റിട്ടേൺ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ ഉണ്ട് കണ്ടും പ്രയോഗം നമ്മൾ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇനി അത് പൂർണ്ണമായിട്ടും നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയാണ് റിട്ടേൺ എന്നുള്ളത്. കാരണം ഇത്രയും നെഗറ്റീവ് സൈഡ്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസുമായിട്ട് വീണ്ടും വരാനായിട്ട് ശ്രമിക്കാം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഒരു കാര്യം മറന്നു, തീർച്ചയായിട്ടും 30 എന്തായാലും ആവില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുണ്ട്. അത് എങ്ങനെ തരത്തി പറഞ്ഞാൽ ആവില്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അത് കൺഫേം ടിക്കറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല കളക്ഷൻസും അഫോർഡബിൾ പ്രൈസുമായിട്ട് ഇനിയും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല നല്ല കളക്ഷൻസ് കിട്ടും. ഇൻഷാല്ലാ ഷോർട്ട് ബ്രേക്ക്. ബൈ.